വാഴ്ത്തപ്പെടുമാറാകട്ടെ. 131ാമത് മാരാമൺ കൺവെൻഷൻ മഹായോഗത്തിന്റെ 3ാം ദിനത്തിലെ കുഞ്ഞുങ്ങളുടെ മീറ്റിംഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹ സ്വാഗതം. പ്രാർത്ഥനയോടെ ഈ ശുശ്രൂഷകൾ നമുക്ക് ആരംഭിക്കാം. എല്ലാവരും കണ്ണുകൾ അടച്ച് ദൈവസന്നിധിയിലേക്ക് ആഗ്രഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ദൈവമായ കർത്താവേ, പ്രഭാതത്തിൽ നിന്റെ നന്മകൾ കാണുവാൻ ഭാഗ്യം തരും. രാത്രിയിലെ സമാധാനമുള്ള വിശ്രമത്തിനായി, സംരക്ഷണത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, ഇത്രത്തോളം യാത്ര ചെയ്ത് ഇവിടെ കടന്നു വന്ന നിന്റെ സന്നിധിയിൽ ഈ പന്തലിൻ്റെ തണലിലിരിപ്പാൻ, ക്രിസ്തീയ കൂട്ടായ്മ ആചരിപ്പാൻ, ക്രിസ്തീയ വചനങ്ങളും മൂല്യങ്ങളും സ്വായത്തമാക്കുവാൻ ഒക്കെ തരുന്ന ഭാഗ്യത്തിനായി സ്തോത്രം. ഈ ദേശത്തോട് അവിടുന്ന് മനസ്സിലാക്കുകയും ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന കുഞ്ഞുങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകണം. സ്വർഗീയ പിതാവേ, വചനത്തിൻ്റെ അടിസ്ഥാനത്തിന്മേൽ കെട്ടുപണി ചെയ്ത നിലനിൽക്കുന്ന ഭവനങ്ങളായി അവരവരുടെ ജീവിതങ്ങളെ കെട്ടുപണി ചെയ്യുവാൻ അവരെ സഹായിക്കണം. അതിന് വേണ്ടുന്നതായ സഹായങ്ങൾ ചെയ്യുവാൻ ഞങ്ങളെയും ഒരുക്കുമാറാകണം. ദൈവമായ കർത്താവേ, നിന്റെ ആത്മാവിൻ്റെ സാന്നിധ്യവും അധിവാസവും ഈ യോഗത്തിൽ ആദ്യാവസാനം ഉണ്ടായിരിക്കുമാറാകണം. എല്ലാറ്റിലും തിരുനാമം മഹത്വം. ഞങ്ങളുടെ ശരീരങ്ങളെയും മനസ്സുകളെയും ആത്മാക്കളെയും തിരുസന്നിധിയിലെ ശുശ്രൂഷകൾക്കായി അഭിഷേകം ചെയ്യണം. യേശു മൂലം പ്രാർത്ഥിക്കുന്നത് ദയതോന്നി കേൾക്കുമാറാകണമേ. കഴിഞ്ഞ ദിവസം പഠിച്ചതായ പാട്ടുകളൊക്കെ ഒന്നുകൂടി ഒന്ന് ആവർത്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. സിസ്റ്റർമാർ അതിനായിട്ട് തയ്യാറാണ്. ഗുഡ് മോർണിംഗ്. നല്ല ഗുഡ് മോർണിംഗ് കിട്ടിയില്ല. ഇവിടെ ആരുമില്ലേ? ഗുഡ് മോർണിംഗ്. ഷാജൻ എത്തിഹാദിന്റെ കൂടാണോ എമിറേറ്റ്സിന്റെ കൂടാണോ ഇപ്പൊ തീരുമാനിക്കണം. അവസാനം വരെ അങ്ങനെ ആയിരിക്കണം. അങ്ങനെയൊക്കെ സൈഡിലും ഗേൾസിന്റെ സൈഡിലും ഇതുവരെ പരിചയപ്പെട്ടിട്ടില്ലാത്ത ഒരാളുടെ അടുത്ത് പോയി ഒരു ഷെയ്ക്കാൻ. കൂടുതൽ സോങ് ബുക്ക് ആരുടെ ഭാഗത്താണെന്ന് നോക്കട്ടെ. എല്ലാവരുടെ കയ്യില് എല്ലാരും കൊണ്ടുവന്നിട്ടുണ്ടോ? ഇവിടെ ബാഗൊക്കെ തുറക്കുന്നേ ഉള്ളൂ. ഇല്ലാത്തവർക്ക് സോങ് ബുക്ക് ഇപ്പൊ മേടിക്കാനുള്ള അവസരമുണ്ട്. സുഖ ചേച്ചി അവിടെ ഉണ്ട്, ചേച്ചി അവിടെ ഉണ്ട്. ഇവിടെ ഉണ്ട്. സോറി. ശരി, ഓക്കെ, റൈറ്റ്. ക്ലാപ്പ് ചെയ്യാം. ക്ലാപ്പിന്റെ ശക്തി പോരാ. ഇന്ന് നമ്മുടെ 3rd ഡേ ആണ്. 1 2 3 6. വരിക വരിക കൂട്ടരെ ക്രിസ്തുവിൽ കർത്തൻ വഴിയിൽ നടന്നിടാൻ വന്നിടും. കൈകൾ കോർത്തു പോയിടാം കർത്തനെ വിശുദ്ധിടാം, വളർന്നിടാം വിളങ്ങിടാം ക്രിസ്തുവിൽ. കൈകൾ കോർത്തു വളർന്നിടാം വിളങ്ങിടാം ക്രിസ്തുവിൽ. ക്ലാപ്പ് ചെയ്യാം. പിന്തുടർന്നിടാം, പിൻഗമിച്ചിടാം, പിന്നിലേക്ക് നോക്കിടാതെ കൈ ഇങ്ങനെ വേവ് ചെയ്യാമോ? പിന്തുടർന്നിടാം, പിൻഗമിച്ചിടാം, പിന്നിലേക്ക് നോക്കിടാതെ ഓടിടാം. വചനമെന്ന ബലമേറും ഒന്നൂടെ പുഷ്ടിയുള്ളവരായിടാം, ശ്രേഷ്ഠരായി തീർന്നിടാം, വിരുന്നുമായി ചെന്നും നാം വിളങ്ങിടാം. പുഷ്ടിയുള്ളവരായിടാം, ശ്രേഷ്ഠരായി തീർന്നിടാം, വിരുന്നുമായി ചെന്നും നാം തിളങ്ങിടാം. പിന്തുടർന്നിടാം, പിൻഗമിച്ചിടാം, പിന്നിലേക്ക് നോക്കിടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് പറഞ്ഞേ. പിന്തുടർന്നിടാം, പിൻഗമിച്ചിടാം. ബോയ്സ് ഗേൾസിനെ നോക്കിക്കേ. പിന്തുടർന്നിടാം. ധൈര്യത്തോടെ പറ. ഇനി ഗേൾസ് തിരിച്ചു പറ. പിന്തുടർന്നിടാം. നന്ദി കേട്ടോ, താങ്ക് യു സാറേ. ഇവരേതാണ്ട് കെറുള്ള പോലെ പറഞ്ഞു. ഓ, സാർ അതെല്ലാം നോക്കുന്നുണ്ട്. എന്നാ ഒരു കാര്യം, എനിക്ക് ഇവരെ കണ്ടിട്ടെ രാവിലെ അങ്ങോട്ട് ഒരു സന്തോഷം വരുന്നില്ല. ഇവർക്ക് സന്തോഷം ഇല്ലാത്ത പോലെ. ഇനി എന്തെങ്കിലും മാർഗം ഉണ്ടോ? തണുത്തിരിക്കുക. അവർ എമിറേറ്റ്സ് കുഴപ്പമില്ലാതൊക്കെ വരുന്നുണ്ട്. എത്തിഹാദ് നമുക്കൊരു കാര്യം ചെയ്യാം. ചൂട് ചായ Sit down. Okay,
നമ്മൾ വളരെ വേഗം പുതിയൊരു പാട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. സോങ് നമ്പർ 21. സാറേ, ബൈബിളില് 2 സഹോദരന്മാരെ പറ്റി പറയുന്നുണ്ട്. യേശു കർത്താവ് ശിഷ്യന്മാരായിട്ട് വിളിച്ച് അത് ആരൊക്കെയാന്ന് ഇവർക്ക് പറയാൻ പറ്റും? 2 സഹോദരന്മാരുടെ പേര്. 2 brothers. ബുക്ക് നോക്കിയിട്ട് പറഞ്ഞാണോ? ആരൊക്കെയാണ്? പത്രോസും അന്ത്രയോസും. സാറേ, അവന് ബുക്കില്ലെന്ന് മൈനസ് കൊടുക്ക്. തുറന്നില്ല. ഓക്കെ, റൈറ്റ്. അപ്പോ നമ്മൾ ആ പാട്ടിലേക്ക് വളരെ വേഗം പോവാണ്. ആ ഒരു ഇൻസിഡന്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന മനോഹരമായിട്ടുള്ളൊരു പാട്ടാണ്. അത് പാടിക്കഴിഞ്ഞ് നമുക്ക് വളരെ വേഗം പഠിക്കാൻ ശ്രമിക്കാം കേട്ടോ. ഒന്ന് പെട്ടെന്ന് വായിച്ചോ മ്യൂസിക് വരുന്നവരെ. ഇന്നലെ പറഞ്ഞായിരുന്നു നമ്മൾ ഈ ഓർഗൻ വായിക്കുന്ന അച്ഛന്റെ പേരെന്താ? ഞങ്ങള് പറഞ്ഞതേ പറയാവൂ. സാറിന്റെ പേരെന്താ? ഒന്നിക്സ് അച്ചാച്ചൻ. ഗിത്താർ വായിക്കുന്ന അച്ഛന്റെ പേരെന്താന്നറിയാമോ? രജീഷ്. രജീഷ് അച്ചാച്ചൻ. ആ മൈക്ക് പിടിച്ചിരിക്കുന്ന അച്ഛന്റെ പേര്? എല്ലാം രജീഷാണ് ഇവിടെ. ആ ഗിത്താർ വായിക്കുന്ന അച്ഛന്റെ പേര് രാജേഷ് അച്ചാച്ചൻ. പാടാൻ പോകുന്നത് രജീഷ് അച്ചാച്ചൻ. ഈ എന്റെ കൂടെ ഇവിടെ നിന്ന അച്ഛന്റെ പേര് എളുപ്പ ഓർക്കാൻ, ഷാ. അമിത്ഷാ അല്ല, ഷാ പീറ്റർ ജേക്കബ് എന്നാണ് ഈ അച്ഛന്റെ പേര്. ഈ അച്ഛന്റെ പേര്, സോറി, അങ്കിളുടെ പേര്. ഓക്കെ, നമുക്ക് തുടർന്ന് എല്ലാവരെയും പരിചയപ്പെടാം. ഒനിക്സ് മ്യൂസിക് പ്ലീസ്. ക്ലാപ്പ് ചെയ്തു. പാടി പാടി തുഴയെറിയുവതാരാണോ? തിരകൾ താണ്ടി താണ്ടി വഞ്ചിയിൽ പോകുവതാരാണോ? എല്ലും പാടി പാടി തുഴയെറിയുവതാരാണോ? തിരകൾ താണ്ടി താണ്ടി വഞ്ചിയിൽ പോകുവതാരാണോ? പത്രോസും അന്ത്രയോസും മുക്കുവരാം സോദരവർ വഞ്ചിയും വലയുമായി മീൻ പിടിക്കാൻ പോകുന്നു. പത്രോസും അന്ത്രയോസും മുക്കുവരാം സോദരവർ വഞ്ചിയും വലയുമായി മീൻ പിടിക്കാൻ പോകുന്നു. ഏലേലും ഏലും 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 ഐലസ ഐലസ ഏലേലും ഏലും 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 ഐലസ ഏലേലും ഏലും 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 ഐലസ ഐലസ ഏലേലും ഏലും 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 ഐലസ. എളുപ്പമുള്ള പാട്ടല്ലേ? ഇഷ്ടപ്പെട്ടില്ലേ? പോയവരോട് യേശുവരുളി, മനുഷ്യരെ പിടിക്കുന്നവരാകുക നിങ്ങൾ. ഗുരുവിൻ വാക്കു കേട്ടവർ വഞ്ചിയും വലയും വിട്ടെറിഞ്ഞു. യേശുവിൻ പിൻപേ പോയവർ ശിഷ്യന്മാരായി. യേശുവിൻ പിൻപേ പോയവർ ശിഷ്യന്മാരായി. ഏലേലും ഏലും 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 ഐലസ ഐലസ ഏലേലും ഏലും 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 ഐലസ ഏലേലും ഏലും 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 ഐലസ ഐലസ ഏലേലും ഏലും 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 ഐലസ. ഇത്രേ ഉള്ളൂ പാട്ട്. പാട്ട് ഇഷ്ടപ്പെട്ടോ? 3 times. ഇഷ്ടപ്പെട്ടെങ്കിൽ 3 times നല്ല ശക്തമായിട്ട് ഉള്ള പവർ എല്ലാം എടുത്ത് 3 times ക്ലാപ്പ് ചെയ്ത്. റെഡി? 1 2 3 സ്റ്റാർട്ട്. 3 എന്ന് പറഞ്ഞാൽ 5 അടി. കണക്ക് പഠിപ്പിക്കണവര് only 3. പാട്ട് അത്ര ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് കൂടുതൽ അടിച്ചത്. അത്രക്ക് ഇഷ്ടപ്പെട്ടു. ഈ പാട്ട് എഴുതിയ ആളുടെ പേര് താഴെ എഴുതിയിട്ടുണ്ട്. എന്താണ്? വർഗീസ് എബ്രഹാം. ബ്രാക്കറ്റില് ജോമിയങ്ങൾ അതിനകത്ത് എഴുതിയിട്ടില്ലല്ലോ. ആരാ ജോമിയങ്ങൾ? ആരാ? എല്ലാം ഞാനാണ്. ഇതാ ജോമിയങ്ങൾ. അതെ, ശരി. പാട്ട് പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു അല്ലേ? ഏലേലോ മാത്രം ഒന്ന് പാടാം. റെഡി? 1 2 3 സിംഗ്. ഏലേലോ ഏലോ 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 ഐലസ. പവറിൽ ഏലേലോ ഏലോ 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 ഐലസ. നന്നായിട്ട് ഏലേലോ ഏലോ 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 ഐലസ ഏലേലോ ഏലോ 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 ഐലസ. അപ്പോ ഏലേലോ ഐലസ
പാടുമ്പോൾ ആദ്യത്തെ തവണയും മൂന്നാമത്തെ തവണയും ഐലസ എന്നുള്ളത് നമ്മൾ ഒന്നുകൂടെ നേരിട്ട് പാടും. ഏലേലും ഏലോം 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 ഐലസ ഐലസ ഏലേലും ഏലോം 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 ഐലസ ഏലേലും ഏലോം 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 ഐലസ ഐലസ ഏലേലും ഏലോം 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 ഐലസ. പഠിച്ചോ? പാട്ട് പഠിച്ചു അല്ലേ? അപ്പൊ ഇനി നമ്മള് അവിടെ ഇരുന്നോണ്ട് കോമ്പറ്റീഷൻ ആകാം അല്ലേ? എത്തിഹാദും എമിറേറ്റ്സും. ഷാജ നോക്കിക്കോണം, എനിക്ക് തോന്നുന്നു എമിറേറ്റ്സ് ആണ് ഇപ്പൊ ഇന്ന് ഭയങ്കരമായിട്ട് സ്പീഡിൽ പറക്കാൻ ശക്തമായിട്ട്. അതെ, എമിറേറ്റ്സ് ഇന്ന് ശക്തമായിട്ടോ. എത്തിഹാദ് എന്ത് പറ്റി? എനിക്ക് തോന്നുന്നു എഞ്ചിൻ തകരാറാണെന്ന് തോന്നുന്നു. അതാ ഇങ്ങനെ ഇരിക്കുക ആണ്. ശരി, അപ്പോ നമ്മൾ ഒരുമിച്ച് ഈ പാട്ട് ഒരു തവണയും കൂടെ പാടുമ്പം ഇതിന് മനോഹരമായി ക്ലാപ്പിനും സൗണ്ടിനും ഒക്കെ പോയിന്റ് ഉണ്ടായിരിക്കുമേ, മറന്നു പോകരുത്. പുസ്തകത്തെ താത്ത് വെച്ചേ ഇങ്ങോട്ട് നോക്കി പാടാം. അപ്പൊ നമുക്ക് ഈ പാട്ട് ഉറക്കെ പാടുമ്പോൾ നമ്മൾ ഇതിന്റെ ഒരു ആക്ഷനും കൂടെ ചെയ്യും. റെഡി? നിങ്ങൾ ഉറക്കെ പാടണേ. ആദ്യത്തെ തവണ ഞങ്ങൾ കാണിക്കും, രണ്ടാം തവണ നിങ്ങൾ കൂടെ അങ്ങ് ചെയ്തോണം. പാടി പാടി തുഴയെറിയുവതാരാണോ, തിരകൾ താണ്ടി താണ്ടി വഞ്ചിയിൽ പോകുവതാരാണോ? എലേലോ പാടി പാടി തുഴയെറിയുവതാരാണോ, തിരകൾ താണ്ടി താണ്ടി വഞ്ചിയിൽ പോകുവതാരാണോ? പത്രോസും അന്ത്രയോസും മുക്കുവരാം സോദരവർ, വഞ്ചിയും വലയുമായി മീൻ പിടിക്കാൻ പോകുന്നു. പത്രോസും അന്ത്രയോസും മുക്കുവരാം സോദരവർ, വഞ്ചിയും വലയുമായി മീൻ പിടിക്കാൻ പോകുന്നു. ഏലേലോ ഏലോ 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 ഐലസ ഐലസ ഏലേലോ ഏലോ 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 ഐലസ ഏലേലോ ഏലോ 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 ഐലസ ഐലസ ഏലേലോ ഏലോ 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 ഐലസ. Clap, everybody clap. പോയവരോട് യേശു അരുളി, മനുഷ്യരെ പിടിക്കുന്നവരാവുക നിങ്ങൾ. ഗുരുവിൻ വാക്ക് കേട്ടവർ വഞ്ചിയും വലയും വിട്ടെറിഞ്ഞും യേശുവിൻ പിന്നിൽ പോയവർ ശിഷ്യന്മാരായി. യേശുവിൻ പിന്നിൽ പോയവർ ശിഷ്യന്മാരായി. ഏലേലോ ഏലോ 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 ഐലസ ഐലസ ഏലേലോ ഏലോ 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 ഐലസ ഏലേലോ ഏലോ 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 ഐലസ ഐലസ ഏലേലോ ഏലോ 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 ഐലസ. അടിപൊളി അടിപൊളി, നല്ല രസമായിട്ടായിരുന്നില്ലേ? ഞങ്ങൾ മാത്രം ഞങ്ങൾക്ക് വേണ്ടി ക്ലാപ്പ് അടിക്കുന്നുള്ളേ. നല്ലൊരു ക്ലാപ്പ് താന്നേ. ആക്ഷൻ പഠിച്ചില്ലേ? സിമ്പിൾ അല്ലേ? പഠിച്ചോ? പാട്ട് പഠിച്ചോ? ആക്ഷൻ പഠിച്ചോ? എനിക്ക് അവിടുന്ന് സാറ് വെച്ച് മാറുന്നു. ഇല്ല, ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു സാർ അവിടെ ഒന്നില്ല, അവിടെ നിൽക്കണല്ലേ ഇവിടെ നിൽക്കണത്. കുറച്ച് നേരത്തേക്ക് അന്ന് ഒരു കാര്യം ചെയ്യും സാർ, കുറച്ച് നേരത്തേക്ക് എത്തിഹാദിൽ തന്നെ നിന്നു, ഞാൻ എമിറേറ്റ്സ് നിന്നു. കേട്ടോ? ശരി, അപ്പൊ നമ്മൾ താമസിക്കുന്നില്ല, നമ്മൾ വഞ്ചി മലയുമായിട്ട് പോകാൻ പോവാണ്. ഓൾ സ്റ്റാൻഡ് അപ്പ്. ചാടി ഇടിച്ചേ. ഈ ആക്ഷൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് കാണിക്കുകയാണ്. ആ ടീമിന് 200 പോയിന്റ്സ് തരാൻ ഞാൻ ബ്രിജിൻ അച്ഛനോട് റിക്വസ്റ്റ് ചെയ്യാണ്. ഏറ്റവും നന്നായിട്ട് ശരീരം മൊത്തം അനങ്ങണം. സാറേ 200 ഇവിടെ ആണോ? അങ്ങനല്ല, ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യുന്ന ടീമിന് 200 പോയിന്റ്സ്. ആ മോത്ത് എപ്രഷൻ ആ സാധനം 200 ഉണ്ട് കേട്ടല്ലോ. ആ വാങ്ങോ? അത് ഓൾറെഡി ഞങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞു. അവര് വാങ്ങിച്ചു കഴിഞ്ഞു. വഞ്ചി കടലിലോട്ട് ഇറങ്ങിക്കോ. അത് റെഡി? വഞ്ചി തുഴയാൻ റെഡിയാണോ? പാടി പാടി തുഴയെറിയുവതാരാണോ, തിരകൾ താണ്ടി താണ്ടി വഞ്ചിയിൽ പോകുവതാരാണോ? പാടി പാടി തുഴയെറിയുവതാരാണോ, തിരകൾ താണ്ടി താണ്ടി വഞ്ചിയിൽ പോകുവതാരാണോ? പത്രോസും അന്ത്രയോസും മുക്കുവരാം സോദരവർ, വഞ്ചിയും വലയുമായി മീൻ പിടിക്കാൻ പോകുന്നു. പത്രോസും അന്ത്രയോസും മുക്കുവരാം സോദരവർ, വഞ്ചിയും വലയുമായി മീൻ പിടിക്കാൻ പോകുന്നു. ഏലേലോ ഏലോ 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 ഐലസ ഐലസ ഏലേലോ ഏലോ 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 ഐലസ. വെരി ഗുഡ്. ഏലേലോ ഏലോ 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 ഐലസ ഐലസ
ചെയ്ത് നോക്കുക. ഇതുവരെ ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യുന്നത് എത്തിഹാദ് ആണോ എന്നൊരു സംശയമുണ്ട് അല്ലേ? പിടിക്കാൻ പോയവരോട് യേശു അരുളി, മനുഷ്യരെ പിടിക്കുന്നവരാകുക നിങ്ങൾ. ഗുരുവിൻ വാക്കു കേട്ടവർ വഞ്ചിമലയെ വിട്ടെറിഞ്ഞു യേശുവിൻ പിൻപേ പോയവർ ശിഷ്യന്മാരാ. യേശുവിൻ പിൻപേ പോയവർ ശിഷ്യന്മാരാ. എലേലോ എലോ 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 ഐലസ എലേലോ എലോ എലോ ഐലസ എലേലോ എലോ 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 ഐലസ എലേലോ എലോ എലോ ഐലസ എലേലോ എലോ 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 ഐലസ. എന്തിനാ നിങ്ങൾ ചുമ്മാ ഇരുന്നേനാണോ? ചുമ്മാതിരുന്നോ? നന്നായിട്ട് ചെയ്തു അച്ഛാ. ചെയ്തില്ലേ അച്ഛാ? നന്നായിട്ട് ചെയ്തു. ഞാൻ 200 കൊടുക്കാനല്ലേ പറഞ്ഞു? കൈയടി കൈയടി. നോക്കിയിട്ടാണോ? എല്ലാവരും ഒന്ന് ഇരുന്നാട്ട്. നമ്മുടെ കുട്ടിപ്പന്തലിന് ഇന്ന് വളരെ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്ന ഒരു സമയമാണ്. മാർത്തോമാ സഭയുടെ സൺഡേ സ്കൂൾ സമാജത്തിന്റെ നേതൃത്വം വഹിക്കുന്ന ബഹുമാനപ്പെട്ട അഭിവന്യനായ മാത്യൂസ് മാർ മക്കാരിയോസ് എപ്പിസ്കോപ്പ തിരുമേനി ഇന്ന് നമ്മോടൊപ്പമാണ്. തിരുമേനിയോടൊപ്പം മാർത്തോമാ സൺഡേ സ്കൂൾ സമാജത്തിന്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട സജേഷ് മാത്യൂസ് അച്ഛനും ഇന്ന് നമ്മോടൊപ്പം സംബന്ധിക്കും. വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് തിരുമേനിയെ ഏറ്റവും ഹൃദ്യമായിട്ട് കൈയടിച്ച് സ്വാഗതം ചെയ്യാം. സജേഷ് തിരുമേനി ഇപ്പോൾ നമ്മോട് ഏതാനും വാക്കുകൾ പറയും. Good morning. Good morning. How are you? If you are okay, I am also okay. നിങ്ങൾ ഓക്കെ ആണെങ്കിൽ ഞാൻ ഓക്കെ കേട്ടോ. നല്ല പാട്ടായിരുന്നു ഇവിടെ പാടിയത്. എല്ലാവരും സന്തോഷമായിട്ട് ഭംഗിയായിട്ട് കൈയടിച്ച് പാടി കേട്ടോ. എന്തായിരുന്നു? വള്ളം തുഴയുന്നതായിരുന്നു അല്ലേ? ആരൊക്കെയായിരുന്നു അതിലെ കഥാപാത്രങ്ങൾ? പത്രോസും ആന്ത്രേയോസും. പഠിപ്പിച്ച ആരാ? സാറിന്റെ പേരെന്നാ? പാട്ട് പഠിപ്പിച്ച സാറിന്റെ പേര് മെയിൻ ലീഡർ. സാറ് എല്ലാവരുടെയും പേര് ചോദിച്ചു നിങ്ങളോട്, അതെല്ലാം നിങ്ങൾ പറഞ്ഞു. പക്ഷെ ആ സാറിന്റെ പേര് അറിയത്തില്ലേ? സോജൻ ഇല്ല? സോജൻ എന്ന് പറയുന്നത് സാറാ മനോഹരമായിട്ടുള്ള പാട്ട് പഠിപ്പിച്ചത്. വള്ളം തൊഴയാനൊക്കെ നിങ്ങളെ പഠിപ്പിച്ചത് സാറാണ്. പ്രിയപ്പെട്ട സുബിനച്ഛൻ, ഇതിന് നേതൃത്വം വഹിക്കുന്ന സുബിനച്ഛൻ, അതുപോലെ സജേഷ് അച്ഛൻ, ഇതിന്റെ CSMന്റെ ലീഡേഴ്സായിട്ട് വന്നിരിക്കുന്ന എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്നലെ വന്നിട്ടുള്ളവർ എത്ര പേരുണ്ടായിരുന്നു ഇന്നലെ ഇതിൽ വന്നേ? എല്ലാവരും അറക്കുറെ ഉണ്ടായിരുന്നു അല്ലേ? ഇന്ന് പുതിയ ആളുകളുണ്ടോ? പുതിയ ആളുകൾ ഉണ്ടോ? ഇനി നാളെ വരുന്ന എത്ര പേരുണ്ട് ഇതിലെ? എല്ലാവരും വരുന്നുണ്ടല്ലേ? ഇത് കഴിയുമ്പോൾ സ്കൂളിൽ പോകാമല്ലോ അല്ലേ? അതിനു മുമ്പേ തീരത്തില്ലേ? അപ്പൊ എല്ലാവരും കൃത്യമായിട്ട് ഇതിൽ വന്ന് സമർപ്പിക്കണം. ഈ പത്രോസും അന്ത്രയോസും, പത്രോസിനെ യേശുവിന്റെ ശിഷ്യനാക്കി അവിടെ കൂട്ടിക്കൊണ്ട് വന്നത് ആരായിരുന്നു? അന്ത്രയോസാണ്. അപ്പൊ ഒരാളുടെ ജോലി എന്തോ മറ്റൊരാളെ യേശുവിന്റെ അടുക്കിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. അപ്പൊ രണ്ടുപേരും ശിഷ്യന്മാരായി. അത് പത്രോസ് പ്രധാനിയായി. അപ്പൊ കൂട്ടിക്കൊണ്ടുവരുന്നതാണ് അന്ത്രയോസിന്റെ ജോലിയാണ്. ശിഷ്യന്മാരുടെ ജോലിയല്ല അതാണ്. യേശുവിന് എത്ര ശിഷ്യന്മാരുണ്ട്? 12. ഷുവർ? അത് മാറ്റമൊന്നുമില്ല. അപ്പോസ്തലന്മാര് അതും 12. 12 ശിഷ്യന്മാരും 12 അപ്പോസ്തലന്മാരും. അതിന് മാറ്റമില്ല അല്ലേ? ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്ന യേശു ശിഷ്യന്മാരെല്ലാം ഒരുമിച്ച് കൂട്ടി. എന്നിട്ട് അതിൽ 12 പേരെ അപ്പോസ്തലന്മാരായിട്ട് തിരഞ്ഞെടുത്തു. യേശുവിനെ അനുഗമിച്ചവരുടെ പേരായിരുന്നു ശിഷ്യൻ. ആദ്യം ആ കാലത്ത് ശിഷ്യന്മാർ പെരുകി വരികയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. അപ്പൊ ഈ 12 പെരുകിക്കൊണ്ടേയിരുന്നു. അതിൽ ഐക്യപ്പെട്ടവരാണ് വൺ ഹു ഫോളോസ് ക്രൈസ്റ്റ് ഈസ് ശിഷ്യൻ, ഡിസൈപ്പിൾ ഓഫ് ക്രൈസ്റ്റ്. കർത്താവിനെ അനുഗമിക്കുന്നവരാണ് ശിഷ്യൻ. കർത്താവ് അയക്കുന്നവരാണ് അപ്പോസ്തലൻ. വൺ ഹു ഈസ് സെന്റ് ബൈ ക്രൈസ്റ്റ് ഈസ് അപ്പോസ്തലൻ. അപ്പം 12 പേരെ യേശു അയച്ചു. അനേക ശിഷ്യന്മാരുണ്ടായിരുന്നു. അവരിൽ 12 പേരെ തിരഞ്ഞെടുത്ത് അവരെ അയച്ചു.
നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ശിഷ്യന്മാരെ യേശുവിനെ അനുഗമിക്കുന്നു. അതുകൊണ്ടാണ് ഇന്ന് മാരാമൺ കൺവെൻഷന്റെ ഈ കുട്ടിപ്പന്തലിലെ പ്രത്യേക പരിപാടിക്ക് നിങ്ങളെല്ലാം വന്ന് കർത്താവ് നിങ്ങളെല്ലാം വിളിച്ച് അടുപ്പിച്ചിരിക്കുകയാണ്. പത്രോസും അന്ത്രയോസും കൂടെ മീൻപിടുത്തത്തിന് പോയി. അതിന് ലൂക്കോസിന്റെ ശേഷം 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഒരു രാത്രി മുഴുവനും അവർ വല വീശിയിട്ട് ഒന്നും കിട്ടിയില്ല, വലിയ പരാജയം. അപ്പോൾ എന്ത് ചെയ്ത്? യേശു അവിടേക്ക് ചെന്നു. യേശു പടയിൽ കയറി കരയിൽ നിന്ന് അല്പം നീക്കണമെന്ന് പറഞ്ഞു. ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വല ഇറക്കണം. അപ്പം നിറയെ മീൻ ലഭിച്ചു, വല നിറയെ മീൻ ലഭിച്ചു. ഇഫ് യു റൺ അലോൺ ദാറ്റ് ഈസ് കോൾഡ് റേസ്, ഇഫ് യു റൺ വിത്ത് ഗോഡ് ദാറ്റ് ഈസ് കോൾഡ് ഗ്രേസ്. പത്രോസും അന്ത്രയോസും തനിയെ അവരുടെ ജോലി ചെയ്തപ്പോൾ ഒന്നും കിട്ടിയില്ല. യേശു ആ പടയിലുണ്ടായിരുന്നപ്പോൾ അവർക്ക് എന്ത് ലഭിച്ചു? നിറയെ മീൻ ലഭിച്ചു. ഇഫ് യു റൺ അലോൺ ദാറ്റ് ഈസ് കോൾഡ് റേസ്, ഇഫ് യു റൺ വിത്ത് ഗോഡ് ദാറ്റ് ഈസ് കോൾഡ് ഗ്രേസ്. നിങ്ങൾ തനിയെ ഓടുകയാണെങ്കിൽ കേവലം ഓട്ടം മാത്രമായിരിക്കും. എന്നാൽ യേശു നിങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ അതിന് പറയുന്നത് കൃപയാണ്. കൃപ ദൈവാനുഗ്രഹമാണ്. കൃപ ലഭിച്ചവളെ നിനക്ക് വന്നത് ദൈവാനുഗ്രഹമാണ്. അപ്പൊ അനുഗ്രഹം സാധ്യമായി തരണമെങ്കിൽ ക്രിസ്തുവിനോടുകൂടി നമ്മൾ ജീവിത ഓട്ടം ഓടിയെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. ഈ CSMന്റെ ക്രമീകരണങ്ങൾ അനുഗ്രഹമായിരിക്കുന്നു. ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ ബൈബിൾ സ്റ്റഡിക്ക് വന്നപ്പോൾ ഇവിടുത്തെ മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേൾക്കായിരുന്നു. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ, നിങ്ങളുടെ കഴിവുകളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. എല്ലാവരും പരീക്ഷയ്ക്കായിട്ട് ഒരുങ്ങുന്ന സന്ദർഭമാണല്ലോ. നല്ല പോലെ പഠിച്ച് നല്ല വിജയം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് നിങ്ങളുടെ മനസ്സിൽ കോറിയിടേണ്ടുന്നതായിട്ടുള്ളൊരു വാക്കാണ്. ഇഫ് യു റൺ അലോൺ ദാറ്റ് ഈസ് കോൾഡ് റേസ്, ഇഫ് യു റൺ വിത്ത് ഗോഡ് ദാറ്റ് ഈസ് കോൾഡ് ഗ്രേസ്. കൃപാമുഖാന്തരങ്ങളായ അനുഗ്രഹങ്ങളായി നിങ്ങളുടെ ജീവിതം തീരുവാൻ ഈ പഠനമൊക്കെ മുഖാന്തരമായി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. ദൈവം തിരുമേനി നമ്മെ സന്ദർശിക്കുകയും ഈ വാക്കുകൾ വളരെ ഹൃദ്യമായി ഓർത്തിരിക്കാവുന്ന നല്ല കൊച്ചു കാര്യങ്ങൾ പറഞ്ഞു തന്നതിൽ പ്രത്യേകമായിട്ടുള്ള സന്തോഷം അറിയിക്കുന്നു. സൺഡേ സ്കൂളും CSSMും സഹോദരങ്ങളായിട്ട് പ്രവർത്തിക്കുന്നതായ സംഘടനയാണ്. അതുകൊണ്ട് തന്നെ സജീഷ് അച്ഛനും ഒരു വാചകം നമ്മോട് സംസാരിക്കും. പിന്നെ തിരുമേനി എത്രയും സ്നേഹവും ബഹുമാനം നിറഞ്ഞ സുജിത് മാമനച്ചൻ, CSSM പ്രവർത്തകർ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, എല്ലാവരും ഹാപ്പി അല്ലേ? Are you all very happy? Little more louder. Are you very happy? Very good. ശരി. അപ്പോൾ മാർത്തമ സൺഡേ സ്കൂൾ സമാജത്തിന്റെ പ്രസിഡന്റാണ് അഭിനന്ദ ഡോക്ടർ മാത്യൂസ് മാർ മക്കാരിയോസ് എപ്പിസ്കോപ്പ തിരുമേനി. നമ്മുടെ ഈ കുട്ടിപ്പന്തലിലെ കുഞ്ഞുങ്ങളുടെ മീറ്റിംഗ് വർഷങ്ങളായി CSSM വളരെ ഭംഗിയായി നന്നായി ചെയ്യുന്ന വലിയ ശുശ്രൂഷയാണ്. ഞാൻ എൻ്റെ ചെറുപ്പം മുതലേ ഇവിടെ വന്നിങ്ങനെ കേൾക്കുകയും വളരെ കൗതുകത്തോടുകൂടെ ഈ കുട്ടിപ്പന്തലിലെ മീറ്റിംഗ് കാണുകയും ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോഴും അതേ കൗതുകമുണ്ട്. എപ്പോഴും CSSM എല്ലാ വർഷവും വളരെ പ്രിപ്പയർഡായിട്ട് വളരെ ഭംഗിയായി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിധത്തിൽ ഈ ശുശ്രൂഷ ചെയ്യുന്നു. തിരുമേനിയുടെ പേരിൽ സൺഡേ സ്കൂൾ സമാജത്തിൻ്റെ എല്ലാ സന്തോഷവും അഭിനന്ദനങ്ങളും പ്രിയപ്പെട്ട സുജിത് മാമനച്ചനും CSSM നേരുന്നു. എല്ലാവരും നന്നായിട്ട് പഠിക്കണം കേട്ടോ. ഓക്കെ, നല്ല പാട്ടുകൾ പഠിക്കണം. അപ്പോൾ ഈ ദിവസങ്ങളിൽ നമുക്ക് കിട്ടുന്ന ശുശ്രൂഷ എല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ. ഗോഡ് ബ്ലെസ് യു. ഏറ്റവും സ്നേഹമുള്ള തിരുമേനിയോടും പ്രിയ അച്ഛനോടുമുള്ള നന്ദിയും സ്നേഹവും ഞങ്ങൾ അറിയിക്കുന്നു. എല്ലാവരും നല്ലൊരു ക്ലാപ്പ് കൊടുത്തേ. ഓക്കെ, ഇനി നമ്മളിനി മലയാളത്തിൽ നിന്ന് മറ്റൊരു ലാംഗ്വേജിലേക്ക് പോവാം. മലയാളം മതിയായോ? മലയാളം മതിയായി. ഓക്കെ, ഞങ്ങൾക്ക് ഇംഗ്ലീഷ് അവരോട് ചോദിക്കാൻ വേണ്ടി ഏതായിരുന്നു? എനിക്ക് ഇംഗ്ലീഷ് വേണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ആണോ? ഇപ്പൊ നിങ്ങൾക്ക് ഏത് ലാംഗ്വേജ് വേണം? പറ. എല്ലാവരും ഇംഗ്ലീഷുകാരാ. അവള് പറയാത്ത ഇംഗ്ലീഷ് അല്ല, തമിഴും ഇംഗ്ലീഷും എല്ലാം കൂടെ ചേർത്ത് തമിഴ്, തെലുങ്ക്, ഇംഗ്ലീഷ്. അപ്പൊ അത് പറ്റിയ ഒരാള് ഇനി ദിനേശങ്കൾ മാത്രമേ ഉള്ളൂ. അപ്പൊ ദിനേശങ്കളിനെ സ്വാഗതം ചെയ്യാം. വെൽക്കം 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 വെൽക്കം. ക്ലാപ്പ് ചെയ്യാനല്ല പറഞ്ഞ, വെൽക്കം 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 വെൽക്കം. ബാക്കി പറ. അത് അവിടെ മാത്രമേ പറഞ്ഞോളൂ. അതിന്റെ ഗ്യാസ് പോയി അപ്പോഴത്തേന്. വെൽക്ം വെൽക്കം വെൽക്കം. ബാക്കി പറ. Good morning. So I'm going to speak in English. ഞാൻ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പോകുന്നു. And Kochama is going to speak in Malayalam. കൊച്ചമ്മ മലയാളത്തിൽ സംസാരിക്കും. Which means we are going to speak in Manglish. അതുകൊണ്ട് നമ്മൾ മംഗ്ലീഷിലാണ് സംസാരിക്കാൻ പോകുന്നത്. Okay? So both languages we are going to speak. രണ്ട് ഭാഷയിലും നമ്മൾ സംസാരിക്കാൻ പോകുന്നു. Isn't it? Okay? Yes. ശരിയല്ലേ? Are you ready? Ready? Yes. What day is today? ഇന്ന് ഏത് ദിവസമാണ്?
Wednesday. Wednesday. And day 3 of the journey of MA MA 4-1. മൂന്നാമത്തെ ദിവസം അല്ലേ യാത്രയുടെ. MA 4-1-9. Okay. And we are going to learn a very important aspect of this journey. ഈ യാത്രയുടെ ഒരു ഏറ്റവും മഹത്വപൂർണമായ ഒരു കാര്യം നമ്മൾ പഠിക്കാൻ പോവാ. Okay. But today, before we go into it, let's start with a game. ഒരു ഗെയിം കൊണ്ട് തുടങ്ങാം. Okay? Look at the slide over there. Okay. Slide നോക്കിക്കോ. Only 2 slides I'm going to play today. 2 സ്ലൈഡ് മാത്രമേ ഉള്ളൂ. 2 പിക്ചേഴ്സ് മാത്രമേ കാണൂ. One for the boys and one for the girls. ഒന്ന് ബോയ്സ് എമിറേറ്റ്സിന്, ഒന്ന് ഗേൾസ് ഇത്തിഹാദ്. Okay. Are you ready? Ready? Yesterday who got the first chance? ആർക്കാ Girls. ഇന്നലത്തെ ഫസ്റ്റ് ചാൻസ് കിട്ടിയേ? Boys. So today it is girls who's going to get the first chance. Okay. On the screen you will see one slide. ഒരു സ്ലൈഡ് നിങ്ങൾ കാണും. Okay. In that slide there's an image. അതിനകത്ത് ഒരു പടമുണ്ട്. ഉണ്ടായിരിക്കും. But in that image ആ പടത്തില് there are 6 words that are hidden. 6 വാക്ക് അവിടെ ഇങ്ങനെ ഒളിച്ചിരിപ്പുണ്ട്. Words, 6 words. വാക്ക് അല്ലേ? വാക്ക് ഒളിച്ചിരിപ്പുണ്ട്. You have to find that. അത് കണ്ടുപിടിക്കണം. ഓക്കേ, മനസ്സിലായോ? 2 slides. 2 സ്ലൈഡ്സ്. 1 slide for girls, 1 slide for boys. ഒരു സ്ലൈഡ് ഗേൾസിനും ഒരു സ്ലൈഡ് ബോയ്സിനും. Let's see who gets the maximum. ആർക്കാ ഏറ്റവും അധികം ആ വാക്കുകൾ കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കേ, റെഡി? Girls, this is your chance. Okay, and boys, if you find, you zip your lip, don't answer. Okay, here we go. Girls, this is for you. Image which will have 6 hidden words. If you find all the 6, you have to come and show it to me. Okay, and show it to everybody. 6 വാക്കുകൾ ഉണ്ട്. ഓക്കേ, കണ്ടുപിടിക്കുന്നവർ ഇങ്ങോട്ട് വരണം. ആ ആണുങ്ങൾ ഉണ്ടാതിരിക്കണം, പറയരുത്. Okay. ഓക്കേ, റെഡി? Here you go. 6 words that are hidden in this image. You have to find all the 6 words and come and tell me. Come on. 6 വാക്കുകൾ ഉണ്ട് ഇതിനകത്ത്. അത് കണ്ടുപിടിച്ചോണം. Come on. റെഡി? ടൈം ഉണ്ടോ? Time. 1 minute time. 1 മിനിറ്റ് സമയമുണ്ട് അല്ലേ? Come on. Anybody who got at least 5? 5 you got? 5 കിട്ടിയോ? Okay, 5 എണ്ണം good. കിട്ടിയോ? Come show. Show. കാണിച്ചോ. വാ. Show. എവിടെയാ? കാണിച്ചോ. അവിടെ ചെന്ന് കാണിച്ചോ. കമ്പ്യൂട്ടർ കോഡ്, ടൈൽസ്, മിറർ, couch, Come and show where the cat is. Cat is there, but where is that? Come, show. Cat എവിടെ? CAT കണ്ടോ? Okay, 6 words. 6 വാക്ക്. Alright, girls get 200 points. 200 points, girls. Etihad gets 200 points. Okay, now boys, are you ready? Ready? Okay, let's see. Here we go. 6 words again. Find out. 6 words. 6 words. If you find, please come forward and show. Come on. Kando. All right. Come on. Anybody? 30 seconds are കഴിഞ്ഞു. 30 സെക്കൻഡ് കഴിഞ്ഞു. ആരെങ്കിലും ഉണ്ടോ? വാ. Come fast. ഓടി. This one. Words. Okay, 2 words we found. Okay, novel, 3 words. നോവൽ കണ്ടു. ഓറല്ല അത് ഓറിന്റെ Oval. Hey, 5. Oval. 2.
Okay, 4 words you found. Still you could not find 2 words. ആറെണ്ണം കണ്ടുപിടിച്ചില്ല അല്ലേ? Go. Girls, they have found 4 words. ഓക്കെ ഗേൾസ് ബോയ്സ് 4 വേർഡ്സ് They കണ്ടുപിടിച്ചു. have found book, they have found novel, they have found words, they have found page. Still 2 words are missing. You find? One. One word. Read, yes, read. One more. They said or. In that or, there's one more word. You're not able to see. Or, there's one more word. Huh? Story, yes. S-T-O-R-Y, story. So, 150 points. 150 ബോയ്സിന് എമിറേറ്റ്സിന് 50 പോയിന്റ്സ് ഇതിഹാദ്. Okay. All right. Today we are going to learn 2 songs. Before, yes. ഇന്ന് 2 പാട്ട് പാടാൻ പോകുന്നു. Okay. And the first song, it says about God has a message for everyone. ആദ്യത്തെ പാട്ട് ദൈവത്തിന് എല്ലാവർക്കും വേണ്ടി ഒരു മെസ്സേജ് ഉണ്ട്. And the message is the message of salvation. ആ മെസ്സേജ് ഈ രക്ഷയുടെ ഒരു വാർത്തയാണ്. And it's not just only for us to receive. അത് നമുക്ക് വേണ്ടി മാത്രമുള്ളതല്ല. It is when we receive, നമ്മൾ അത് സ്വീകരിക്കുമ്പോൾ, when we accept it, നമ്മൾ അത് സ്വീകരിക്കുമ്പോൾ we need to pass it on. അത് നമ്മൾ അടുത്ത ആളിന് കൊടുത്തേ മതിയാകും. It's song number 20 in your song book. 20ാമത്തെ song. Okay. Song number 20. It says God has a message, and it says that it has to be passed on. ദൈവം നൽകുന്ന ആ ഒരു സന്ദേശം അത് നമ്മൾ പകർന്നേ ഒക്കത്തുള്ളൂ. And it is very important that we know him personally. ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്തുവാ? ദൈവത്തെ നമ്മൾ സ്വന്തമായിട്ട് പേഴ്സണലി trust him, വിശ്വസിക്കണം. and we need to rejoice in his presence. ദൈവത്തിൽ നമ്മൾ സന്തോഷിക്കണം. I'm going to sing that song first. ആ പാട്ട് ഇപ്പോ പാടാൻ പോകുന്നു. Okay. And Okay. you can do it with the action. ഓക്കെ, ആക്ഷനോട് കൂടി. അപ്പൊ ശ്രദ്ധിച്ചോ. Once again, just hold on. Onyx. Yes. Now, in this song, the first 2 lines is an echo line. ആദ്യത്തെ 2 ലൈന് വീണ്ടും വീണ്ടും ആവർത്തിക്കേണ്ട. So when I sing the first line, you have to repeat it. റിപ്പീറ്റ് ചെയ്യണേ. Okay. But you don't use that word echo while singing. ഇത് എക്കോ നമ്മള് പാടുമ്പോ അത് പറയല്ലേ. Because in one place when I had gone, ഒരു സ്ഥലത്ത് ഞാൻ പോയപ്പോഴേ I had beginner primary kids. കൊച്ചു പിള്ളേരൊക്കെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. And then I was singing this song. ഞാൻ ഈ പാട്ട് പാടിക്കൊണ്ടിരുന്നപ്പോൾ I sang the first line. God has a message, it's a holy day. ഞാൻ ആദ്യത്തെ ലൈൻ പാടി കേട്ടോ. God has a message, it's a holy day. And I asked them to repeat it. ഞാൻ അവരോട് റിപ്പീറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞു. So they sang like this. അവരിങ്ങനെയാ പാടിയേ. God has a message, it's a holy day. Echo. So you don't sing that word echo, okay? Okay, echo എന്ന് പറയരുത് കേട്ടോ. All right. Okay, here we go. I'm going to do with the action. Okay, ആക്ഷനോട് കൂടി. God has a message, it's a holy day. God has salvation for each one who prays. To know him, to trust him, to take the lead in the joy stampede. On we go. Ooh, we are wild about God, wild about God. On we go. Ooh, we are wild about God, wild about God. Jesus Messiah, share him with your friends. Jesus Messiah, share him with your friends. Share him till everyone has had their chance. Share him till everyone has had their chance. To know him, to trust him, to take the lead, in the joy stampede. On we go. Ooh, we are wild about God, wild about God. On
means joy with God. Enzango, Nanzambe means joy with God. Can you join in singing? On we go. On we go. Ooh, we are wild about God. Wild about God. On we go. Ooh, we are wild about God. Wild about God. Did you get the song? Yes? Did you get the action? ആക്ഷൻ Okay. മനസ്സിലായോ? Quickly, we are going to do it the first two lines. Okay, you have to ആദ്യത്തെ repeat രണ്ട് after line. me. Okay? ശരി. With the actions. Action. God has a message. God has a message. It's a holy day. Can you sing? Come on, you can be louder. ഉറക്കെ, ഉറക്കെ. Come on. Okay. Can you be louder? ഉറക്കെ. Ready? Loud means don't scream. Sing അലക്കരുത്. gracefully. Okay? നന്നായിട്ട് പാടുക. Because we are singing it to the kings of kings. അല്ലേ രാജാവിന് പാടുന്നത് കൊണ്ട് And നന്നായിട്ട് he's സന്തോഷത്തോടെ worthy of all our praise. നമ്മുടെ പ്രൈസും നമ്മുടെ സ്തോത്രത്തിന് അർഹതയുള്ള ദൈവമാണ്. Okay, repeat after me. Okay, repeat. God has a message, it's a holy day. Come on. God has a message, it's a holy day. God has salvation for each one who prays. God has salvation for each one who prays. To know Him, to trust Him, To trust Him. to take the lead in the joy stampede. On we go. Ooh, we are wild about God. Wild about God. On we go. That's really good. And the same thing, you have to do it a little more energy as you stand up. 1, 2, and 3. Here we go. 1, ready to start. Ready? Here we go. First action. It goes like this. God has a message, it's a holy day. Sing it louder. God has salvation for each one who prays. God has a message for the one who prays. To know Him, to trust Him, to take the lead, in the joy stand. On we go, on we go. Ooh, we are wild about God, wild about God. On we go. Ooh, we are wild about God, wild about God. Jesus Messiah. Jesus Messiah, share Him with His friends. Come on. Jesus Messiah, share him With your friends. Share Him till everyone has had their chance. Share him till everyone has had their chance. To know Him, Know him, to trust Him, to trust him, to take the lead, in the joy stand. On we go, on we go. Ooh, we are wild about God, Hey! wild about God. On we go. Ooh, we are wild about God, wild about God. Here we go. Nzango Nanzambe, Nzango Nanzambe means joy with God. You sing that line? Nzango Nanzambe means joy with God. On we go, on we go. Ooh, we are wild about God, wild about God. On we go. We're wild about God. Wild about God. That was really good singing. Sit down, sit down, sit down. For the next song that we are going to do,
അടുത്ത പാട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് You may have heard this song, ഇത് കേട്ടിട്ടുണ്ടായിരിക്കും. but we may not. This action, what we are doing, probably it may be different from what you know. നിങ്ങൾക്ക് അറിയാവുന്ന ആക്ഷനെക്കാട്ടും ഇച്ചിരി വ്യത്യാസം So ഇതിലുണ്ടായിരിക്കും. it needs a lot of energy. അപ്പൊ ഒരുപാട് ശക്തി വേണം, It needs a lot of strength. ഒത്തിരി ശക്തി വേണം. Because we are doing it for Jesus. നമ്മള് യേശു കർത്താവിന് വേണ്ടി ചെയ്യുന്നത് കൊണ്ട് And the ശക്തിയോടുകൂടി song says, Hamba Nachi Kululuwatu. പാട്ട് പറയുന്ന ഹംബ നാച്ചി കുലുലു വലലു It's simply Kululuwatu. കുലുലു വാറ്റു. Yes. It simply means, go with us, God, and set us free. അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, ദൈവമേ എന്നോട് കൂടെ നമ്മളോട് കൂടെ നടക്കണേ. Because there is joy and peace in the house of the Lord. ദൈവത്തിന്റെ ഭവനത്തില് സന്തോഷവും സമാധാനവും ഉണ്ട്. All right, so we are going to do it, the song with the action. ഓക്കെ, പാട്ടും ആക്ഷനും ചെയ്യാൻ പോകുന്നു. Right. Song number 16 in your songbook, okay? 16. Louder. ആഫ്രിക്കൻ പാട്ടാണ്. Joy and peace in the house of the Lord. Joy and peace in the house of the Lord. Joy and peace in the house of the Lord. Joy and peace in the house of the Lord. Sha la la la, sha la 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 la, sha la la la, sha la 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 la, sha la la la, sha la 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 la, sha la la la, sha la 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 la. Here we go. This time I want you to sing the song. Okay, all lines are 4 times. Here we go. Can you sing it along? Here we go. Hamba nachi kululuwatu. Sing it louder. One more time. One more time. Kululuwatu. 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 Louder. One more time. Come on, sing joy and peace. Louder. One more time. One more time. Sha-la-la. Sha-la-la-la. Sha-la-la-la-la. Sha-la-la-la. Sha-la-la-la-la. Sha-la-la-la. Sha-la-la-la-la. Sha-la-la-la. Sha-la-la-la-la. Are you tired? All right. A workout in the morning. Good workout. Did you have your breakfast and come? No. Oh, then after doing this, you'll be more hungry. Are you ready? 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 Here we go. Ready? 1, 2, and 3. Rise up. എഴുന്നേറ്റോ, എഴുന്നേറ്റോ. Yes. Here we go. Onyx, 1 minute. I would also invite the parents to stand and rise up. Because മാതാപിതാക്കളും we എഴുന്നേറ്റോ. all are here. We are all children of God. നമ്മളെല്ലാം ദൈവത്തിന്റെ മക്കളായതുകൊണ്ട് നമ്മളെല്ലാം എഴുന്നേറ്റ് നിന്ന് So let's ആരാധിക്കാൻ praise പോവാം. God at this Yes, time. ആരാധിക്കാൻ പോവാം. Okay, ready? Ready? Here we go. Let's sing 1, 2, 3. Hambanachi. Hambanachi. Kululuwatu. Louder. One more time. Kululuwatu.
Jesus, come on. Sit down, sit down, sit down. മദനൻ കുളിർ കുളിർ ചൂടുന്നു. നമുക്കിന്നേ ക്രിക്കറ്റ് കളിച്ചാലോ? അതെ, ക്രിക്കറ്റ് കളിക്കാൻ പറ്റുമോ? എന്താ എന്നെ കുഴപ്പമൊന്നുമില്ലല്ലോ, റെഡിയല്ലേ? കുഴപ്പമില്ലല്ലേ? നമുക്ക് ടീമിൽ വിളിക്കാം. എനിക്കിന്ന് കളിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ആദില്ലേ ബസ്സിൽ കയറിയില്ലേ? ടീം വിളിച്ചില്ല. ഞാൻ ജോമിയെ വിളിച്ചു. നീ വേണം. ഞാൻ ഷായെ വിളിച്ചു. അങ്ങനെയാണ് ഞാൻ രജിസ്റ്ററെ വിളിച്ചു. ഓക്കെ, റെഡിയാണല്ലോ? എങ്കിൽ നമുക്ക് ടോസ് ഇടാം. ഫസ്റ്റ് ബാറ്റിംഗ്. ഞങ്ങൾ ബാറ്റിംഗ്. രാജേഷേ കേറിക്കോ. നീ എറിയണോ? പിന്നെ എത്ര ചുമ്മാ 6 ബോൾ ഇട്ട് കൊടുക്കല്ലേ? ഞാൻ പറഞ്ഞേക്കാം. അവിടെ നിന്നാണ് ഉള്ള കാര്യം പറഞ്ഞേക്കാം. കുറ്റി കുറ്റി ഞാൻ പോയിട്ട് അടുത്ത തിങ്കളാഴ്ച വന്നാലും ഞാൻ പറഞ്ഞില്ലയോ മര്യാദയ്ക്ക് പറഞ്ഞ എറിയേണ്ട അവസ്ഥ ഓരോ ഓവർ ഉണ്ടല്ലോ. അടുത്തതിന് തിരിച്ചില്ലെങ്കിൽ തിരിഞ്ഞ് മൊത്തം അറിഞ്ഞോളൂ. ബൗണ്ടറി ബൗണ്ടറി മാറിയേക്ക്. എന്തോ നീ ഒരു കാര്യം ചെയ്യും, പോയിട്ട് നാളെ എല്ലോ ഓവർ നീ അവരുടെ സപ്പോർട്ടാണോ നമ്മുടെ സപ്പോർട്ട്? പോകണം. കയറുവാ കയറുവാ. കുറ്റി പോയതാ എന്നെ. വെരി ഗുഡ്. കണ്ടില്ല, കുറ്റി പറിച്ചോടാ. ആകെ മൊത്തം പോയി. രണ്ട് 6 ഒരു 4 ശരിയല്ല കേട്ടോ. കളിക്കാൻ വരുമ്പോ പിന്നെ ഭയങ്കര കഷ്ടം. ഇടി കൊള്ളുന്നു. ഞാൻ രാജേഷിന്റെ ടീമാണ്. എനിക്ക് ഇടി കൊള്ളാൻ മുട്ടായി ചോക്ലേറ്റ് ഇടി കൊണ്ടാണോ? ഇപ്പം പാടിക്കോ. വൈകിട്ട് എല്ലാരും വീട്ടിൽ വരണ ഒരു പാർട്ടി ഉണ്ട്, അടിപൊളിയുണ്ട്. നമ്മുടെ പരിപാടി ഉണ്ടല്ലോ. അതില്ല, അത് KFC മാത്രം. ഞാന് അവനെ കൂടെ നിങ്ങളെല്ലാം വിളിച്ചല്ലോ. നമ്മുടെ കൂട്ടുകാരൻ ഇന്നലെ അവന്റെ ഇടിച്ചതിന്റെ മുഴ പോലും മാറിയിട്ട് നാണം ഇല്ലല്ലോ. അത് കുഴപ്പമില്ല. പോയി മേടിച്ചോണ്ടോ? എന്തോന്നു ഇടി മേടിക്കാനോ? നീ നാശത്തിലേക്കാ പോകുന്നത്. അവനെ തടയണ്ട, അവൻ കൊണ്ടിട്ട് ഞങ്ങൾ ഇവിടെ നോക്കിക്കോളാവേ. രാജേഷ്
ഇടിക്കാനല്ല, ഞാൻ വന്നോട്ടെ പ്ലീസ്. എന്റെ ബർത്ത്ഡേയാ, മുട്ടായിട. നിന്നെ ഞാൻ ഇന്നലെ ഇടിച്ചതല്ലേടാ. പോട്ടെ, ഇന്ന് വൈകിട്ട് എന്റെ വീട്ടിൽ ബർത്ത്ഡേ ആണ്. ബർത്ത്ഡേക്ക് നീ എന്റെ വീട്ടിൽ വരണം. എന്തിനാ എന്നെ വിളിക്കുന്നത്? എടാ, നമ്മൾ സൺഡേ സ്കൂളിലും കുട്ടിപ്പന്തലും ഒക്കെ പഠിച്ചേക്കുന്നത് എന്തുവാ? ക്ഷമിക്കാനല്ലേ? നീ എന്നെ ഉപദ്രവിച്ചെന്ന് പറഞ്ഞത് ഞാൻ നിന്നോട് ക്ഷമിക്കാതിരുന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും നടക്കുമോ? അപ്പൊ നീ ഉറപ്പായിട്ടും നീ എന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് വരണം. നമുക്ക് ഒരുമിച്ച് അടിച്ചു പൊളിക്കണം. അറിയോ? ഓക്കെ ആടാ. കർത്താവ് പറഞ്ഞേക്കുന്ന പോലെ നമ്മൾ പരസ്പരം ക്ഷമിക്കുക, സ്നേഹിക്കുക. നമ്മൾ ഫ്രണ്ട്സ് അല്ലേ? ഉറപ്പല്ലേ? ഓക്കെ, ബൈ. Okay, you saw the skit now? സ്കിറ്റ് കണ്ടോ? You saw friends fighting? അല്ലേ, ആരൊക്കെ ഫൈറ്റ് ചെയ്തോണ്ടിരുന്നേ? കൂട്ടുകാരും തമ്മിൽ അല്ലേ? And you also saw the friends coming together? ആ കൂട്ടുകാർ കൂടെ വരുന്നത്, ചേർന്ന് വരുന്നത് കണ്ടല്ലോ അല്ലേ? What is that one quality that brought them together? ആ ഒരു ക്വാളിറ്റി അവർ One thing. ഒരു സാധനം എന്താ? ക്ഷമ അവരെ. Yes, forgiveness. Yes. Forgiveness, isn't it? Yes. We are in the journey of MA 419. നമ്മള് MA 419 ഒരു യാത്രയില, വിമാന യാത്രയില. So day one we saw welcome aboard. ആദ്യത്തെ ദിവസം നമ്മൾ കണ്ടു സ്വാഗതം വിമാന യാത്രയിലേക്ക്. As Jesus Christ യേശു കർത്താവ് said to Peter, Andrew and all the other disciples, come follow me and I will make you fishers of men. ഈ സ്വാഗതം പറഞ്ഞതാരാ? യേശു കർത്താവ് ശിഷ്യന്മാരോട്, പത്രോസും അന്ത്രയോസും ബാക്കി ശിഷ്യന്മാരോട് വരുവീൻ, എന്നെ അനുഗമിക്കാന്ന് പറഞ്ഞത് ഒരു വെൽക്കം. And yesterday we saw about the security check that is needed to be done in an airport. ഇന്നലെ നമ്മൾ കണ്ടത് എയർപോർട്ടിൽ നമുക്ക് ഉണ്ടാകുന്ന ഒരു പരിശോധിക്കുന്ന ഒരു കേന്ദ്രമുണ്ട് അല്ലേ? ഒരു പരിശോധന ഉണ്ട്. And how we need to do a security check of our own life. നമ്മുടെ ജീവിതം തന്നെ നമ്മൾ എങ്ങനെയാ ഒന്ന് പരിശോധിക്കേണ്ടത്, അത് നമ്മൾ ഇന്നലെ കണ്ടു. That God wants us to leave those things. ദൈവത്തിന് നമ്മളുടെ എല്ലാ കാര്യങ്ങളും, നമ്മളെ സ്ലോ ആക്കുന്ന കാര്യങ്ങളെല്ലാം മാറ്റി വെക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കുക. So that we can grow in Him. അത് എന്നിട്ട് മാത്രമേ നമുക്ക് ദൈവത്തിൽ നമുക്ക് വളരാനോ നടക്കാൻ സാധിക്കൂ. And today we're going to see the third aspect. മൂന്നാമത്തെ കാര്യം നമ്മൾ ഇന്ന് ശ്രദ്ധിക്കാൻ പോകുന്നു. The air hostess welcome you inside the flight. എയർ ഹോസ്റ്റസ് നമ്മളോട് സ്വാഗതം പറയുന്നു. But not without getting this. പക്ഷേ ഇത് ലഭിക്കാതെ നമ്മളെ അകത്തോട്ട് കയറ്റത്തില്ല. You may have a ticket, but if you don't have this, you will not be able to enter into any flight. ടിക്കറ്റ് നമ്മുടെ ഉണ്ടായിരിക്കും, പക്ഷെ ഇതില്ലാതെ നമുക്ക് ഒരു പ്ലെയിൻ യാത്ര സാധ്യമല്ല. What is this? അതെന്തുവാ? Boarding pass. ബോർഡിംഗ് പാസ്. Boarding pass is very important. ബോർഡിംഗ് പാസ് ആണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. And for us to go to heaven, നമുക്ക് സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ we also need a boarding pass. നമുക്കും ഒരു ബോർഡിംഗ് പാസ് വേണം. But we saw on the first day ആദ്യത്തെ ദിവസം നമ്മൾ കണ്ടു how God started this journey. ദൈവം എങ്ങനെയാ ഈ യാത്ര തുടങ്ങിയത് നമ്മൾ കണ്ടു. Man rejected God's plan. മനുഷ്യൻ ദൈവത്തിന്റെ ആ പ്ലാൻ, പദ്ധതി അങ്ങ് വേണ്ടാന്ന് വെച്ചു. And we fell deeper എന്നിട്ട് നമ്മൾ വീണ്ടും പാപത്തിലേക്ക് പോയി, into sin, and that's how we are here wherever we are. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ആയിരിക്കുന്നത്. നമ്മൾ എവിടെയൊക്കെ ആയിരിക്കുന്നു അതുകൊണ്ടാണ് നമ്മൾ ആയിരിക്കുന്നത്. But think about it, how does God feel about me when I do wrong? പക്ഷേ ഒന്ന് ചിന്തിച്ചേ, ദൈവത്തിന് എന്തായിരിക്കും മനസ്സിൽ വരുന്നത്? നമ്മൾ പാപം ചെയ്യുമ്പോൾ ദൈവം എന്തായിരിക്കും ചിന്തിക്കുന്നത്? Does he hate you? നിങ്ങളെ വെറുക്കുന്നു? No. No. ഇല്ല. Jesus still loves you in spite of all the sins and the weaknesses that we have. God says, I still love you. നമ്മൾ ചെയ്യുന്ന എല്ലാ എന്ത് തെറ്റാണേലും ദൈവം നമ്മളെ നോക്കിയിട്ട് നമ്മളോട് പറയുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. Jack and John, two brothers. Jack and John, രണ്ട് സഹോദരന്മാർ. They lived in a very small home. ഒരു ചെറിയ വീട്ടിൽ അവർ One താമസിച്ചു. single room. ഒരു മുറി മാത്രമുള്ള. With their mother and father. അവരുടെ പപ്പയും മമ്മിയുടെ കൂടെ അവർ അവിടെ താമസിച്ചു. Mummy was a homemaker. മമ്മി വീട്ടുജോലി ചെയ്യുന്ന ആള്. And father was a fisherman. അപ്പ ഒരു മീൻപിടുത്തക്കാരനായിരുന്നു. But mom and dad പക്ഷേ അപ്പയും അമ്മയും always taught them എപ്പോഴും ഈ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചത് about
and from God's word. ആ വേദപുസ്തകം നന്നായിട്ട് അവരെ പഠിപ്പിക്കുമായിരുന്നു. The most important thing that they always taught, ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം അവരെ പഠിപ്പിച്ചത് to be content in all that you have. എന്ത് ലഭിച്ചാലും സംതൃപ്തി ഉണ്ടായിരിക്കണം. But that was where the problem was. പക്ഷേ അവിടെയാ ഈ പ്രശ്നം തുടങ്ങിയത്. Jack and John were never content in whatever they had. അവർക്ക് എന്തുണ്ടെങ്കിലും അവർക്ക് തൃപ്തിയില്ല. The father used to go every day ഫാദർ അപ്പൻ എപ്പോഴും എല്ലാ ദിവസവും പോകുമായിരുന്നു. for fishing, മീൻ പിടിക്കാൻ പോകുമായിരുന്നു. get fish, മീൻ മേടിക്കും, sell it in the market, അത് ചന്തയിൽ അങ്ങോട്ട് വിൽക്കും, get the daily ration, തിരിച്ച് എന്തെങ്കിലുമൊക്കെ അത് പൈസ and give it to mommy. കൊണ്ടുവരും. അല്ലെ സാധനങ്ങൾ വാങ്ങി മമ്മിയുടെ കൊടുക്കും. and mommy would prepare food അമ്മ ഭക്ഷണം ഉണ്ടാക്കും and take care of the household. വീട്ടുകാര്യങ്ങളെല്ലാം അമ്മ But നോക്കും. these boys, two brothers, were never satisfied with whatever they got in their home. ഈ രണ്ട് സഹോദരങ്ങൾക്ക് ഒന്നിനും ഒരു തൃപ്തിയില്ല, സന്തോഷമില്ല. Now one day what happened, there was an announcement on radio അപ്പൊ ഒരു ദിവസം എന്ത് സംഭവിച്ചെന്ന് അറിയാം. ഒരു അനൗൺസ്മെന്റ് that no fishermen should go into the deep sea because there is a huge storm and there is heavy rainfall, and not only for one day, for 4 days. 4 ദിവസത്തേക്ക് മീൻ പിടുത്തക്കാരും മീൻ പിടിക്കാൻ പോകരുത് എന്ന റേഡിയോയിൽ ഒരു സന്ദേശം വന്നു. കാരണം ഭയങ്കര മഴയാ, ഭയങ്കര കൊടുങ്കാറ്റ്. The father's heart sunk. പിതാവ് അങ്ങ് സങ്കടപ്പെട്ടു. 4 days. അയ്യോ 4 ദിവസം. Every day I go and get fish. അയ്യോ എല്ലാ ദിവസവും ഞാൻ മീൻ പോയി I sell it. ഞാൻ അത് വിൽക്കും. And then I get ration for my home. അത് കഴിഞ്ഞാൽ ഞാൻ സാധനങ്ങൾ വീട്ടിലേക്കുള്ള I have very little money. എനിക്ക് വളരെ ഇച്ചിരി ചെറിയ പൈസേ ഉള്ളൂ. One day passed by. 1 day passed by. ഒരു ദിവസം കഴിഞ്ഞു. 2 days passed by. രണ്ടാമത്തെ ദിവസം 3 കഴിഞ്ഞു. days somehow managed. മൂന്നാമത്തെ ദിവസം എങ്ങനെയോ അവര് Still it was raining heavily and storm. എനിക്ക് ഭയങ്കര മഴയാ, ഭയങ്കര മഴയും കൊടുങ്കാറ്റും. Now by the 4th day, പക്ഷെ 4ാമത്തെ ദിവസം mom came മമ്മി വന്നു with a little porridge ഇച്ചിരി കഞ്ഞിയുമായിട്ട്. and gave it to Jack and John. അത് ജാക്ക് ആൻഡ് ജോണിന്റെ കയ്യില് ഇച്ചിരി കഞ്ഞി. And mommy said, this is all that we have for now. അമ്മ അവരോട് പറഞ്ഞു, ഇന്നത്തേക്ക് ഇതേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. And Jack and John, look, what is this? I don't want this. ജാക്ക് ആൻഡ് ജോൺ പറഞ്ഞു, ഇതെന്തോ മമ്മി, എനിക്കിത് വേണ്ട. I want something good to eat. I don't want to eat this. എനിക്കിത് വേണ്ട, എനിക്ക് നല്ല വെള്ളം വേണ്ട. I want. They were not bothered about what problem the family was going through. കുടുംബം പോകുന്ന ആ പ്രശ്നമൊന്നും അവർക്ക് കാര്യമില്ല. ഞങ്ങൾക്ക് നല്ല ഭക്ഷണം വേണം. You know what they did? അവരെന്തോ ചെയ്തെന്നറിയാമോ? They threw that porridge in the dustbin. ആ കഞ്ഞി അവരെടുത്തിട്ട് ഡസ്റ്റ്ബിനകത്തോട്ടോ ചവിട്ടുകൊട്ടയ്ക്കകത്തോട്ടോ ഇട്ടു. I wonder how many of us do that. നമ്മളിൽ എത്ര പേരാ അങ്ങനെ ചെയ്യും? When a particular vegetable that is prepared at home and we don't like, and we somehow make faces and we are forced to eat, and somehow when mom goes away and we sneak it out somewhere, put it deep inside the dustbin. നമ്മളും അങ്ങനെ തന്നെയാണോ ചെയ്യുന്നത്? മമ്മി ഉണ്ടാക്കുന്ന ഏതെങ്കിലും ഒരു ഭക്ഷണം, ഒരു പച്ചക്കറി ആയിരിക്കും, അത് നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ മമ്മി നോക്കാത്തപ്പം അതെടുത്ത് നമ്മൾ അങ്ങ് കളയാറുണ്ടോ? മുഖം വല്ലാതാക്കാറുണ്ടോ? The father could not tolerate this. പിതാവിന് ഇത് സഹിക്കാൻ പറ്റിയില്ല. He went into that deep sea in spite of the rain. മഴയുണ്ടായിട്ടും അദ്ദേഹം ആഴത്തിലേക്ക് മീൻ പിടിക്കാൻ പോയി. Somehow managed to get some fish. എങ്ങനെയോ മീൻ sold it. അത് വിറ്റു. Got the money. പൈസ എടുത്തു. Got some ration. കുറച്ച് സാധനങ്ങൾ വീട്ടിലേക്ക് and got some chicken. ചിക്കൻ കോഴിയൊക്കെ വാങ്ങിച്ചു. Gave it to mom to prepare. മമ്മിയുടെ കൊടുത്തു. മമ്മി ഉണ്ടാക്കാൻ വേണ്ടി കൊടുത്തു. And now the boys were so happy. Chicken. അപ്പൊ ബോയ്സിന്റെ സന്തോഷം കണ്ടല്ലോ. മമ്മി കോഴി. They just grabbed it from the father's hand. അപ്പയുടെ കയ്യിന്ന് അതങ്ങ് എടുത്തു. And they just kept on. അവർ കഴിച്ചുകൊണ്ടിരുന്നു. എങ്ങനെ? And they went and slept. അവർ പോയിട്ട് അങ്ങ് ഉറങ്ങി. Not a single word. Daddy, thank you so much. ഒരു വാക്ക് പോലും പറയാതെ, അപ്പ നന്ദി, അമ്മ thank you so much. Thank you പറയാതെ അവർ പോയി അങ്ങ്. Not even a courtesy to say you worked so hard for me. Not a single word. ഒരു വാക്ക് പോലും അപ്പ അമ്മ നിങ്ങൾ കഷ്ടപ്പെട്ട് ഇതുണ്ടാക്കി എന്ന് അവര് പറഞ്ഞില്ല. Dad and mom were so sad. അപ്പയും അമ്മയ്ക്ക് വളരെ സങ്കടം. And they just knelt down. അവര് മുട്ടുകുത്തി. And they said, God, അവർ ദൈവത്തോട് പറഞ്ഞു, please help our children ഞങ്ങളുടെ മക്കളെ ഒന്ന് സഹായിക്കണേ. to understand
ഇത് മനസ്സിലാക്കാൻ the importance of obedience, ആ അനുസരണത്തിന്റെ ആ ഒരു പ്രാധാന്യം ഒരു for all മനസ്സിലാക്കാൻ that you have done. എല്ലാം അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി They ചെയ്തേനുള്ളത് cried and prayed to God, അവർ ഒത്തിരി കരഞ്ഞു പ്രാർത്ഥിച്ചു. and they went to sleep. അവരങ്ങ് ഉറങ്ങാൻ. The same night, ആ രാത്രിയിൽ you know, something happened. എന്തോ ഒന്ന് സംഭവിച്ചു. Jack, the elder brother, മൂത്ത മകൻ ജാക്ക് had a dream. ഒരു സ്വപ്നം കണ്ടു. In that dream, ആ സ്വപ്നത്തില് he saw, അദ്ദേഹം കാണുന്നു, amidst of that storm and the heavy rainfall and the lightning, ഭയങ്കര കൊടുങ്കാറ്റും ലൈറ്റ്നിങ് ഒക്കെ ഉള്ളിടത്ത് the father has gone into the deep sea. പിതാവ് ആ ആഴത്തിലേക്ക് മീൻ പിടിക്കാൻ പോയിരിക്കുക. Storms and lightnings. ഭയങ്കര കൊടുങ്കാറ്റും കൊല്ലിയാനും. Lightning everywhere, storms everywhere, waves. Kochama. Yes, you want me to Over make to the you. sound? കൊടുങ്കാറ്റും അല്ലേ ലൈറ്റ്നിങ്ങും. And now he's seeing in his dream that the father is struggling to row the boat and control the boat. അപ്പൊ സ്വപ്നത്തിൽ ഇദ്ദേഹം കാണുന്നു വലിയ കൊടുങ്കാറ്റല്ലേ. അപ്പൊ പിതാവ് ഭയങ്കര പ്രയാസപ്പെട്ട് ആ ബോട്ട് ഒന്ന് കൺട്രോൾ He's going this side, ഇങ്ങോട്ട് പോകുന്നു, he's going that side, and suddenly the boat capsizes. പെട്ടെന്ന് ബോട്ട് അങ്ങ് മുങ്ങി. And the father is struggling to swim. And he's gasping and he's trying to swim. He's trying to come up, and suddenly he goes down. പിതാവ് ട്രൈ ചെയ്യുക അല്ലേ, നീന്താനായിട്ട് ട്രൈ ചെയ്യുക. പക്ഷെ വെള്ളത്തിന്റെ അകത്ത് അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ പറ്റിയില്ല, അങ്ങ് മുങ്ങിപ്പോയി. The moment the Jack sees this, ജാക്ക് ഇത് കണ്ടപ്പോൾ he gets up from his sleep പെട്ടെന്ന് ഞെട്ടിയ ഉണർന്ന്. and he's also gasping. He's sweating. അദ്ദേഹം വിയർക്കുന്നു, ഭയങ്കരമായിട്ട് അദ്ദേഹത്തിന്റെ ശ്വാസം വരുന്നു. And he's waking his brother, hey John, get up. എന്നിട്ട് ജോണിനോട് പറയാ, ജോൺ എഴുന്നേറ്റ്. And then he tells whatever dream he saw. അദ്ദേഹം അനിയനോട് എല്ലാം കണ്ടതെല്ലാം അനിയനോട് പറയുന്നു. And then Jack suddenly realizes and says, I have never been thankful for whatever our parents have done. പെട്ടെന്ന് ജാക്കിന് ഓർമ്മ വന്നു. ജാക്ക് പറഞ്ഞു, അയ്യോ ഞാൻ ഒരിക്കലും എന്റെ അപ്പനോ അമ്മയോട് നന്ദി പറഞ്ഞിട്ടേ ഇല്ല. They've always taught us to remember the sacrifice what Jesus did on the cross and be thankful. അവരെപ്പോഴും നമ്മളോട് പറഞ്ഞുകൊണ്ടിരുന്നത് യേശു കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത ആ ഒരു സാക്രിഫൈസ് അല്ലേ, കടന്നുപോയ പ്രയാസങ്ങളെല്ലാം അവർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ നന്ദിയുള്ളവരായി. When I'm not able to be thankful to the people whom I see, ഞാൻ കാണുന്ന ആൾക്കാരോട് എനിക്ക് താങ്ക് യു പറയാൻ പറ്റുന്നില്ല. how am I going to be thankful to the God who I have not seen? ഞാൻ കാണാത്ത ദൈവത്തോട് ഞാൻ എങ്ങനെയാ നന്ദി പറയുന്നേ? And they immediately went and woke up their mummy, daddy. Amma, appa, get up. അവർ പെട്ടെന്ന് പോയി പപ്പ മമ്മിയെ വിളിച്ചു. പപ്പ മമ്മി എഴുന്നേറ്റേ. And they knelt down and said, Amma, Papa, we are so thankful unto you. We are so sorry because even so many things that you've done, but we were not grateful. We were never thankful. Please forgive us. അവര് മുട്ടുകുത്തി, അപ്പ അമ്മ ഞങ്ങളോട് ക്ഷമിക്കണമേ. അപ്പ അമ്മ ഞങ്ങൾക്ക് എത്രമാത്രം ഞങ്ങളെ സ്നേഹിക്കുന്നു, എത്ര കാര്യങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നു, ഞങ്ങൾ ഒരിക്കൽ പോലും നന്ദി താങ്ക് യു പറഞ്ഞില്ല. I wonder how many of you have spoken these words to your parents. ഇവിടെ ഇരിക്കുന്ന കൂട്ടുകാരെ, നിങ്ങളിൽ എത്ര പേര് അപ്പയോടും അമ്മയോട് താങ്ക് യു പറഞ്ഞിട്ടുണ്ട്, നന്ദി പറഞ്ഞിട്ടുണ്ട്? If you have never done that, അതൊരിക്കലും ചെയ്തിട്ടില്ല എങ്കിൽ go home today. ഇന്ന് വീട്ടിൽ പോകണം, Just hug them അവരെ ഒന്ന് കെട്ടിപ്പിടിക്കണം. and just say, Amma, thank you. എന്നിട്ട് പറയണം, അമ്മ താങ്ക് യു, Appa, thank you. അപ്പ താങ്ക് യു. That will be more than enough. അത് ഏറ്റവും വലിയ കാര്യമായിരിക്കും. And നിങ്ങൾ any ചെയ്യുന്നത്. words that you speak. നിങ്ങൾ പറയുന്ന ഏത് വാക്കിനെക്കാട്ടും ശക്തിയുള്ളതാ നിങ്ങൾ പോയി അവരെ ഒന്ന് കെട്ടിപ്പിടിക്കും. Just to conclude, ഇത് അവസാനിപ്പിക്കാൻ the story of Barabbas quickly. ബറാബസിന്റെ കഥ വേഗം പറയും. All the 4 gospels speaks about him as a murderer, a notorious criminal. 4 സുവിശേഷങ്ങളിൽ അദ്ദേഹം ഒരു വല്ലാത്ത ഒരു മനുഷ്യനായ കൊലപാതകൻ. And you see what is spoken about Jesus in the യേശുവിനെ Bible. കുറിച്ചൊക്കെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന എന്തോ? A lowly carpenter, അദ്ദേഹം വളരെ താണ ഒരു son of Joseph.
ആശാരി. The son of Joseph. അതെ, ജോസഫിന്റെ മകൻ. A sinner. അതൊരു പാപി. An illegitimate child. ശരിക്കുണ്ടായ ഒരു പുത്രനല്ല. A devil. അദ്ദേഹം ഒരു A madman. വട്ട. A fool of object of contempt and scorn. അദ്ദേഹം ഒരു ഫൂള. You know, these all things were spoken for Jesus. യേശുവിനെ കുറിച്ച് ഇതെല്ലാം പറഞ്ഞിരിക്കുന്നത്. But you know what? പക്ഷേ എന്താണ്? Heaven speaks about. പക്ഷേ സ്വർഗം സംസാരിക്കുന്നത്. This is my beloved son. ഇത് എൻ്റെ പ്രിയപുത്രൻ. You know, my well please. And more things which is spoken about Jesus. I am the bread of life. I am the light of the world. I am the door. I am the good shepherd. I am the son of God. I am the resurrection and life. I am the way, the truth and life. ഞാനാകുന്നു വഴിയും സത്യവും ജീവനും വെളിച്ചമാകുന്നു, ഞാൻ ജീവന്റെ അപ്പം. ഇതെല്ലാം യേശുവിനെ കുറിച്ച് പറയുന്നു. This bread of life പക്ഷേ ഈ ജീവന്റെ അപ്പം was standing opposite Barabbas. ബറാബസിന്റെ എതിരെ നിൽക്കുന്നു. And he was made to stand and brought before the spotlight. അദ്ദേഹത്തിന് എല്ലാം ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ ശ്രദ്ധ പൂർണ്ണമായിട്ട് വന്നിരിക്കുന്ന ബറാബസിന്റെ. And the whole crowd shouted, "Crucify Jesus, release Barabbas! Crucify Jesus, release Barabbas!" അവിടെ നിന്നവരെല്ലാം പറഞ്ഞു, അയ്യോ യേശുവിനെ ക്രൂശിക്കുക, ബറാബസിനെ വിടുക, യേശുവിനെ ക്രൂശിക്കുക. Why would anybody want him to be set free? എന്തുകൊണ്ടാ ഇങ്ങനത്തെ ഒരു കുറ്റവാളിയെ എല്ലാവരും ഫ്രീ ആക്കാനായിട്ട്, സ്വതന്ത്രരാക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്? I believe only one reason. ഒരു കാരണമേ കാണത്തുള്ളൂ. God's unconditional love. ദൈവത്തിന്റെ അളവറ്റ സ്നേഹമാണ് ബറാബസിനെ ഫ്രീ ആക്കിയത്. No matter what you do in life. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്ത് ചെയ്താലും, I know, and we all know, and we need to understand, God still loves us. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം, ദൈവം But നമ്മളെ God സ്നേഹിക്കുന്നു. hates the wrong that is in us. നമ്മളിലുള്ള തെറ്റ് ദൈവം ആഗ്രഹിക്കുന്നില്ല, ഇഷ്ടപ്പെടുന്നില്ല. Barabbas was released. ബറാബസിനെ വിട്ടയച്ചു. And Jesus had to pay the price for not only for Barabbas, for all those who are here in this Maraman convention and all those who are outside. ഈ മരാമൻ കൺവെൻഷനിൽ ആയിരിക്കുന്ന നമുക്ക് വേണ്ടിയും ബറാബസിന് വേണ്ടി എല്ലാം യേശു കർത്താവ് ഈ വില കൊടുത്തു. He was beaten. യേശു കർത്താവിനെ അടിച്ചു. He was wounded. അദ്ദേഹത്തിന് മുറിവേറ്റു. He bore our sins. നമ്മുടെ പാപങ്ങൾ അദ്ദേഹം വഹിച്ചു. And on the cross, ആ ക്രൂശിൽ there were these humble words. ഈ ചില വാക്കുകൾ മാത്രമേ In that ഉണ്ടായിരുന്നുള്ളൂ. pain, in that agony, ആ വേദനയിലും ആ വേദന പ്രയാസത്തിലും he looked at you. യേശു കർത്താവ് നിങ്ങളെ നോക്കി. And he told the Father, പിതാവിനോട് പറഞ്ഞു, Father, forgive them. പിതാവേ ഇവരോട് ക്ഷമിക്കണം, for they don't know what they do. കാരണം അവർ ചെയ്യുന്നത് അവർ അറിയുന്നില്ല, തെറ്റ് ചെയ്യുന്നത് അവർ അറിയുന്നില്ല. Forgiveness is not something that you do it for others. ക്ഷമ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന ഒന്നല്ല. Because if you don't forgive, we are going to struggle within. നമ്മൾ മറ്റേ ആളിനെ ക്ഷമിച്ചില്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകാൻ പോകുന്നേ. The other person may not even know. അടുത്ത ആൾ അറിയത്ത് പോലും ഇല്ല. But forgiveness is a deep character of God. പക്ഷേ ക്ഷമ എന്ന് പറഞ്ഞ ദൈവത്തിന്റെ ഒരു സ്വഭാവമാണ്. No matter what people have hurt you with, നിങ്ങളുടെ ആരൊക്കെ എങ്ങനെയെങ്കിലും വേദനപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, remember, ഓർക്കുക, God still chose to forgive your wrongdoings. ദൈവം നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കാൻ റെഡി ആയിരിക്കുന്നു. No matter what you do, നിങ്ങൾ എന്ത് ചെയ്താലും it is all in understanding of the repentance, the realization that you have for your life. നമ്മൾ ദൈവത്തോട് ക്ഷമ ചോദിക്കുമ്പോൾ, അത് നമ്മൾ തിരിച്ചറിയുമ്പോൾ, അതാണ് ദൈവത്തിന് ഇഷ്ടം. He looks at your heart, നമ്മുടെ ഹൃദയത്തിലേക്ക് ദൈവം നോക്കുന്നത്. And when you receive this forgiveness, നമ്മൾ ഈ ഒരു ക്ഷമ നമ്മൾ സ്വീകരിക്കുമ്പോൾ, God says, I forgive you. ദൈവം പറയുന്നു, ഞാൻ നിങ്ങളെ ക്ഷമിക്കണം. I want you to close your eyes at this time. കണ്ണുകളെ അടയ്ക്കാനായിട്ട് just for a minute. ഒരു മിനിറ്റിലേക്ക് കണ്ണുകൾ അടയ്ക്കാം. Don't look here and there. ഇവിടെയും അവിടെയും നോക്കരുത്. Just for a minute. ഒരു സെക്കൻഡ്, ഒരു മിനിറ്റിന് വേണ്ടി. There could be some things in your life നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒന്ന് ഉണ്ടായിരിക്കാം which my parents does not know. എന്റെ മാതാപിതാക്കൾക്ക് അത് അറിയില്ല. My friends don't know. എന്റെ കൂട്ടുകാർക്ക് അത് അറിയത്തില്ല. And I am struggling with that. ഞാൻ അതുമായിട്ട് ഇങ്ങനെ മല്ല് പിടിച്ചോണ്ടിരിക്കുക. God knows your heart. ദൈവത്തിന് നിങ്ങളുടെ ഹൃദയത്തെ അറിയാം.
And why don't you surrender those things to God now? ആ തെറ്റുകൾ എന്തുകൊണ്ട് ദൈവത്തോട് സമർപ്പിച്ചുകൂടാ ഇപ്പം? Just in your own words. നിങ്ങളുടെ വാക്കുകളിൽ തന്നെ Say, God, I am sorry. ദൈവത്തോട് പറഞ്ഞ, ദൈവമേ ഞാൻ എന്നോട് ക്ഷമിക്കണേ, ഞാൻ Please sorry. forgive me, God. എന്നോട് ക്ഷമിക്കണേ കർത്താവേ. If you haven't accepted Jesus in your life, യേശു കർത്താവിനെ സ്വന്തം രക്ഷതാവായിട്ട് സ്വീകരിച്ചിട്ടില്ല എങ്കിൽ, and if you wish to do that, അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, and receive Jesus as your personal savior, യേശു കർത്താവിന്റെ സ്വന്തം രക്ഷതാവായിട്ട് സ്വീകരിക്കണമെങ്കിൽ, just make a prayer in your heart. നിങ്ങളുടെ ഹൃദയത്തിൽ ഒന്ന് പ്രാർത്ഥിച്ചേ. Dear Jesus, പ്രിയ യേശു കർത്താവേ, I am a sinner, ഞാനൊരു പാപിയാണ്. but I know പക്ഷെ എനിക്കറിയാം that you died for my sins. അങ്ങ് എന്റെ പാപങ്ങൾക്ക് വേണ്ടിയാ മരിച്ചത്. 2000 years ago, 2000 വർഷങ്ങൾക്ക് മുമ്പ്, even when I was not born, ഞാൻ ജനിക്കാത്ത സമയത്ത് പോലും you took all the sins of my life എന്റെ ജീവിതത്തിന്റെ എല്ലാ പാപങ്ങളും അങ്ങ് ഏറ്റെടുത്തു. and gave me your peace. അങ്ങയുടെ സമാധാനം എനിക്ക് തന്നു. I receive Jesus ഞാൻ യേശു കർത്താവിനെ സ്വീകരിക്കുന്നു, as my personal savior. എന്റെ സ്വന്തം രക്ഷതാവായിട്ട് സ്വീകരിക്കുന്നു. For God so loved the world ദൈവം ലോകത്തെ സ്നേഹിച്ചു, that he gave his only begotten son, അവന്റെ സ്വന്തം പുത്രനെ നൽകുവാൻ തക്കോണം that whoever believes in ലോകത്തെ him ആരെങ്കിലും അവനിൽ വിശ്വസിച്ചാൽ shall not perish അവൻ നശിച്ചു പോകാതെ but have everlasting life. നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ. In Jesus' name, യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. amen. ആമേൻ. So this is the verse that says, John 15:16. ഇന്നത്തെ മനപാഠവാക്യം Repeat യോഹന്നാൻ after me. 15 You did not choose me. You did not choose me. Can you repeat after me? ഉറക്കെ പറഞ്ഞോ. You did not choose me, You did not choose me, but I chose you but I chose you and appointed you and appointed you that you should go that you should go and bear fruit, and bear fruit, and that your fruit should remain, that your fruit should remain. Urakki. that whatever you ask in my name, That whatever you ask in my name, my Father will give. my Father will give you. Okay? Okay. And that's in Malayalam also. That's in Malayalam. We have Daya who's going to pray for a prayer point today. Every day we are praying. So this is day 3 and we're going to നമുക്ക് pray വേണ്ടി പ്രാർത്ഥിക്കുന്നു. for മൂന്നാമത്തെ ദിവസം the persecution of the churches that is happening around the world. പീഡനം അല്ലേ, സഭ ഏറ്റെടുക്ക അനുഭവിക്കുന്ന പീഡനത്തെ കുറിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടയ്ക്കാം. God, under whose mighty and greatest protection. God, thank you for giving us this wonderful bright morning. God, today is the 3rd day of the Kutti Pannal, or the children's meeting. God, thank you for being with us all these 3 days. God, there are so many people who are being threatened, or there are so many people who are dying for food or water. Oh God, please be with them. Touch their hearts, open their eyes, and fill them with repentance and truth. God, please be with them. God, please give them whatever they need. Give them food, water, protect them. Give them everything they need. Be with them. God, please help them, oh Lord. Just help them even in the darkest moments of their lives, oh God. Bless them, oh God. We are well privileged. Give them the same privileges to them. Give them shelter, give them food, give them education, give them everything they need, oh God. I hope you heard my prayer today. In the name of Jesus Christ we pray. Amen. Thank you. Okay, I hope you all enjoy the session. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ദിവസം ഇവിടെ അവസാനിക്കുകയാണ്. സ്തോത്രാഴ്ച എടുക്കാൻ പോകുന്നു. നമ്മുടെ തീം സോങ് പാടി ഈ വർഷം നമ്മൾ പഠിച്ച പാട്ടുകളുടെ പെൻഡ്രൈവ് നമുക്ക് നാളെ മുതൽ ഇവിടെ അവൈലബിൾ ആയിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് മേടിക്കാനുള്ള അവസരമുണ്ട്. 500 റുപ്പീസാണ്. ഈ വർഷത്തെ മാത്രമല്ല, നേരത്തെ ഉണ്ടായിരുന്ന കഴിഞ്ഞ 5 വർഷങ്ങളിലെ പാട്ടുകൾ അതിനകത്ത് ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. About 90 songs അതിനകത്തുണ്ട്. അതുകൊണ്ട് നിങ്ങളത് വാങ്ങിക്കണം, നിങ്ങൾക്കത് എൻജോയ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം സ്തോത്രാഴ്ച എടുക്കാം. ഞങ്ങൾ വീണ്ടും റിക്വസ്റ്റ് ചെയ്യാണ്, പ്രാർത്ഥിച്ച് തിരുമേനി ആശീർവാദം പറഞ്ഞതിന് ശേഷം മാത്രമേ അവിടെ നിന്ന് എഴുന്നേൽക്കാവൂ. അത് എഴുന്നേക്കരുതല്ലാതെ. താങ്ക് യു.
അനേക കൂട്ടരെ ക്രിസ്തുവിൽ കർത്തങ്ങളിൽ നടന്നിടാൻ വന്നിടും. കൈകൾ കോർത്തു പോയിടാം, കർത്തനെ പിൻചെന്നിടാം, വളർന്നിടാം, വിളങ്ങിടാം ക്രിസ്തുവിൽ. കൈകൾ കോർത്തു പോയിടാം, കർത്തനെ പിൻചെന്നിടാം, വളർന്നിടാം, വിളങ്ങിടാം ക്രിസ്തുവിൽ. പിന്തുടർന്നിടാം, പിൻഗമിച്ചിടാം, പിന്നിലേക്ക് നോക്കിടാതെ ഓടിടാം. പിന്തുടർന്നിടാം, പിൻഗമിച്ചിടാം, പിന്നിലേക്ക് നോക്കിടാതെ ഓടിടാം. പ്രാർത്ഥനയ്ക്കായിട്ട് ജോയിസ് ജോർജ് അച്ഛനെ ക്ഷണിക്കുന്നു. അതിനുശേഷം തിരുമേനി ആശീർവാദം. പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളെ എൻ്റെ അടുക്കൽ വരുവാൻ വേണ്ടി അവരെ തടയരുത് എന്നല്ലോ ചെയ്ത തമ്പുരാനെ, അവിടുന്ന് ഞങ്ങൾ ഈ പ്രഭാതത്തിൽ ഈ പ്രിയപ്പെട്ട മക്കളുമായി നിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു. കർത്താവെ, അവിടുന്ന് ഈ കുഞ്ഞുങ്ങളെല്ലാം ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. മാരാമൺ കൺവെൻഷനോട് ചേർന്ന ഈ മണപ്പുറത്തെ കർത്താവെ, കുഞ്ഞുങ്ങൾക്ക് ഒരുമിച്ച് ദൈവവചനം കേൾക്കുവാനും പാട്ടുകൾ പഠിക്കുവാനും ദൈവത്തെ കൂടുതലായി അറിയുവാനും കർത്താവെ ലഭിക്കുന്ന നല്ല നിമിഷങ്ങൾക്കായിട്ട് സ്തോത്രം. കർത്താവെ, കുഞ്ഞുങ്ങളെല്ലാം ദൈവം അനുഗ്രഹിക്കണമേ. അനുഗ്രഹിക്കപ്പെട്ട നല്ല കാലങ്ങളെയും അനുഗ്രഹിക്കപ്പെട്ട കർത്താവെ ജീവിതവും നിന്റെ മക്കൾക്ക് നൽകി അനുസരണയുള്ള ദൈവകൃപയുള്ള നന്ദിയുള്ള മക്കളായി കർത്താവെ ജീവിപ്പാൻ അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളെയും പ്രിയപ്പെട്ടവരെ എല്ലാവരെയും തൃക്കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇതിന് നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ട എല്ലാ ലീഡേഴ്സിനു വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. CSSന്റെ എല്ലാ പ്രവർത്തകരെയും, സൺഡേ സ്കൂൾ സമാജത്തിന്റെ എല്ലാ പ്രവർത്തകരെയും പ്രത്യേകമായിട്ട് ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ഇവിടെ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. തമ്പുരാന്റെ കരുണയിൽ ഞങ്ങൾ എല്ലാവരെയും സൂക്ഷിക്കണം, നന്മകളാൽ നിറയ്ക്കണം. യേശു മിശിഹാ മൂലം അപേക്ഷിക്കുന്ന പ്രാർത്ഥന ദൈവം കേൾക്കുമാറാകണം. നല്ല പിതാവേ, ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ത്രിയേക ദൈവത്തിന്റെ കൃപകൾ, അനുഗ്രഹങ്ങൾ, ആശീർവാദങ്ങൾ നാം എല്ലാവരോടുകൂടിയും പ്രാർത്ഥനയിൽ ഓർത്ത എല്ലാ കാര്യങ്ങളോടുകൂടി നമ്മുടെ പഠനത്തോടെ ഭാവിയോടുകൂടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.